ഇന്ന് ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഹൃദയത്തിലെ ബ്ലോക്കുകൾ കൊണ്ടാണ് ഹാർട്ടിന് അസുഖം ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊഴുപ്പിൻ്റെ അളവ് കൂടുതൽ, പുകവലി, വ്യായാമക്കുറവ്, അധികഭാരം എന്നിവയെല്ലാം. എന്നാൽ ഹാർട്ടിൻ്റെ തന്നെ മറ്റൊരു അസുഖമാണ് ഹൃദയത്തിൻ്റെ വാൾവുകളുടെ തകരാറ്. അതായത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയുന്ന പോലെ ഇടതുവശത്ത് 2 വാൾവുകളും വലതുവശത്ത് 2 വാൾവുകളും ഉണ്ട്. ഇത് രക്തത്തിന് അങ്ങോട്ട് പോകുന്ന പോക്കിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ വാൾവുകൾ. അപ്പോൾ ഈ വാൾവുകളിൽ തടസ്സം വരാം, ലീക്കുകൾ വരാം. പണ്ട് കാലത്ത് റുമാറ്റിക് ഫീവർ, അതായത് ചെറുപ്പം ഒരു 10-15 വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മുടെ പനി വരുന്നു, തൊണ്ടവേദന വരുന്നു, കാലിനും മുട്ടിന് ജോയിൻസിനെല്ലാം നീരുകൾ വരുന്നു, അതുപോലെ തന്നെ ഹൃദയത്തെ എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ വാൾവുകൾ പലപ്പോഴും അസുഖം ഉണ്ടാകാറ്. അങ്ങനെ റുമാറ്റിക് ഫീവർ വന്നപ്പോൾ മൈട്രൽ വാൾ, അതായത് ലെഫ്റ്റ് സൈഡിലെ മെയിൻ വാൾവും അയോട്ടിക് വാൾവ് എന്ന ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ വാൾവിനുമാണ് സാധാരണ അസുഖങ്ങൾ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി, നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് വളരെ മുന്നേറി, നമ്മുടെ ആരോഗ്യസ്ഥിതികളെല്ലാം വളരെ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് റുമാറ്റിക് ഫീവർ വളരെ ചുരുക്കം മാത്രമേ കാണുന്നുള്ളൂ. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളുള്ള പോലെ തന്നെ നമ്മുടെ കൂടെ പ്രായം കൊണ്ടുള്ള വാൾവിൻ്റെ അസുഖങ്ങളാണ് കൂടുതൽ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായി കാണുന്ന വാൾവാണ് അയോട്ടിക് വാൾവുള്ള തടസ്സം. അതിനെയാണ് അയോട്ടിക് സ്ക്ലിറോസിസ് അല്ലെങ്കിൽ അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയുക. സ്ക്ലിറോസിസ് എന്ന് വെച്ചാൽ പ്രായത്തിൻ്റെ ചേഞ്ച്, സ്റ്റെനോസിസ് എന്ന് വെച്ചാൽ തടസ്സം. ഈ അയോട്ടിക് സ്റ്റെനോസിസ് ഇന്ന് വളരെയധികം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് സാധാരണ ബുദ്ധിമുട്ടുകളുണ്ടാകാറുണ്ട്. ഇത് സാധാരണ കാണുക 70, 80, 90 വയസ്സുള്ള പ്രായമുള്ള വ്യക്തികളാണ്. എങ്കിലും ജന്മന വാൾവിന് എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് 40, 50, 60 വയസ്സിലും നമുക്ക് ഈ ഒരു അയോട്ടിക് സ്റ്റെനോസിസ് എന്ന കണ്ടീഷൻ കാണാറുണ്ട്. ഇതിൽ കാണുന്ന രോഗലക്ഷണം എന്ന് വെച്ചാൽ നെഞ്ചുവേദന, കിതപ്പ്, തലകറക്കം, ചിലപ്പോൾ ബോധം കെട്ട് വീഴുക. അപ്പോൾ ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ വന്നാൽ ഈ അയോട്ടിക് സ്റ്റെനോസിസ് എന്ന അസുഖത്തിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മരണസാധ്യത അടുത്ത 2 വർഷത്തിൽ ഏതാണ്ട് 50% ഉണ്ട്. ഇത് വലിയൊരു സംഖ്യയാണ് നമ്മൾ പറഞ്ഞത്. 50% ആളും ഈ സിംറ്റംസ് വന്ന് സിവിയർ, വളരെ ടൈറ്റായിട്ടുള്ള വാൾവുകളാണെങ്കിൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ 70, 80, 90 വയസ്സ് വ്യക്തികളോട് ഒരു വലിയ മേജറായൊരു ഓപ്പറേഷൻ പറയുമ്പോൾ പലപ്പോഴും അവർക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇത്രയും വലിയൊരു ഇത്രയും കാലം ജീവിച്ചുള്ള ഡോക്ടറെ ഇനി എന്തിനാണ്, മക്കളായി, കൊച്ചുമക്കളായി, ഇനി എന്തിനാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും വരും. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് നൂതന രീതിയിലൂടെയും വാൾവ് മാറ്റാൻ സാധിക്കും. അതായത് കത്തീറ്ററിൻ്റെ സഹായത്തോടെ കാലിലുള്ള നമ്മുടെ രക്തനാളികളിലൂടെ നമുക്ക് വേണമെങ്കിൽ വാൾവുകൾ ഘടിപ്പിക്കാൻ പറ്റും. ഇതിനെയാണ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൾ ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൾ റീപ്ലേസ്മെൻറ്റ്, ടാവി അല്ലെങ്കിൽ ടാവർ എന്ന് പറയുന്നത്. ഈ നൂതന രീതിയിലൂടെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ വലിയൊരു ശസ്ത്രക്രിയ ഒഴിവാക്കി നമുക്ക് വാൾവുകൾ മാറ്റാൻ സാധിക്കും. അതായത് ശസ്ത്രക്രിയയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ജനറൽ അനസ്തേഷ്യയുടെ ആവശ്യം, ഇതാണെങ്കിൽ നമുക്ക് ലോക്കൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ മൈൽഡ് സെഡേഷനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ചെസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഫെക്ഷനെ കുറിച്ചുള്ള ചിന്തകളില്ല, ബ്ലീഡിങ്ങിലുള്ള ചിന്തകൾ വളരെ കുറവാണ്, സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം വളരെയധികം കേസുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും നല്ലൊരു ശതമാനം ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് ട്രാൻസ് കത്തീറ്റർ വാൾ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയുമ്പോൾ 80 വയസ്സുള്ള ആളായിരിക്കാം, പക്ഷെ നമ്മൾ പറയും 80 ലുക്കിംഗ് 65, അങ്ങനെയാണ് പല ആൾക്കാരും ഇന്ന് ഓടുന്നത്. 80 വയസ്സാണെങ്കിൽ പോലും 60-65 വയസ്സിന് ചുരുക്കോടെയാണ് പലരും ഓടി നടക്കുന്നത്. അപ്പോൾ അവരെയാണ് ഇത് നമ്മൾ സൂട്ടബിളായിട്ട് കാണുന്ന കാൻഡിഡേറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹം ഒരു 85 വയസ്സോളം പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ആളോട് കുറച്ച് നെഞ്ചുവേനൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്തു, ബ്ലോക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ബൈപ്പാസ് ചെയ്യണോ വേണ്ടെന്നൊരു ഓപ്ഷൻ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടർ സുരേഷ് എന്താണ് അഭിപ്രായം? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കിൾ അടങ്ങി വാങ്ങിയിരിക്കുകയാണ്, വീട്ടിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ബൈപ്പാസ് ഒഴിവാക്കാം. ഇല്ല, എനിക്ക് ഓടി നടക്കാൻ എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ ബൈപ്പാസ് ചെയ്തു. അതിനുശേഷം ആൾ വളരെ ആക്റ്റീവാണ്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അപ്പോൾ ഈ വാൾ റീപ്ലേസ്മെൻറ്റ് വഴി 2-3 കാര്യങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ആയുസ് കൂട്ടണം.
നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകണം, പഴയ പോലെ എഫിഷ്യൻസിൽ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വാൾവ് ചുരുക്കമുള്ള പേഷ്യൻസ് വരുമ്പോൾ അവരോട് നേരത്തെ വാൾവ് മാറ്റിയ ഞങ്ങളുടെ 10-20 പേഷ്യൻസ് ഉണ്ട്, അവരോട് ഞാൻ ഫോൺ നമ്പേഴ്സ് കൊടുക്കും. അപ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇതൊരു സിമ്പിളായ പ്രൊസീജിയറാണ്, അത് ചെയ്യാൻ സാധിക്കുന്നു. മറ്റു പലരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പ്രൊസീജിയർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് അവർ പറയും, ഡോക്ടറെ ഇതിൻ്റെ ഗുണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായത്. ഡോക്ടർ ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുകൊള്ളണം, എന്നാൽ അവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പുതിയ പേഷ്യൻസ് വരുമ്പോൾ അവരോട് പറയും, നിങ്ങൾ എൻ്റെ കഴിഞ്ഞു പോയ ഈ ഒരു പേഷ്യൻസിനെ ചെന്ന് കാണുക, അല്ലെങ്കിൽ അവരോട് ഫോണിൽ സംസാരിക്കുക, അവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ വാൾവിൽ നിന്ന് മാറ്റുന്ന സംഗതി ഭയങ്കര യൂസ്ഫുൾ ആവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ അയോട്ടിക് വാൾവ് ചുരുങ്ങുമ്പോൾ ചിലപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങും അതിനൊപ്പം കുറഞ്ഞു പോകും. ഞങ്ങൾ ചെയ്ത ഒരു 5ഓളം കേസുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ വ്യക്തികളുടെ ഈ വാൾവ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. വാൾവ് ചുരുങ്ങുകയും ചെയ്തു, ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു, പക്ഷേ വാൾവ് മാറ്റിയപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റാണ്. ഇനി വേറെ ചില വ്യക്തികളുണ്ട്, അതായത് ഓൾറെഡി നമ്മൾ വാൾവ് ഇട്ടുണ്ടാവും, 65-70 വയസ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ വാൾവ് ഇടാവും. ബയോപ്രോസ്തെറ്റിക് വാൾവ്, ബയോളജിക്കൽ വാൾവുകളായിരിക്കും ഇട്ടുണ്ടാവുക, ടിഷ്യൂ വാൾവുകൾ. അപ്പോൾ ഈ വാൾവുകൾ പെട്ടെന്ന് അടയും, അതിന് 10-15 വർഷമൊക്കെയാണ് അതിനുള്ള കാലാവധി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വാൾവുകൾക്ക് തടസ്സം വരുമ്പോഴും ഈ വാൾവിൻ്റെ അകത്ത് നമ്മുടെ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൾവുകൾ നമുക്ക് ഘടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത 1-2 പേഷ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റാണ്. കാരണം ഈ വാൾവിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൾവ് പഴയ പോലെ പ്രവർത്തിക്കും. ഇനിയും 15-20 നമുക്ക് ഈ വാൾവുകൾ, ഈ ട്രാൻസ് കത്തീറ്ററിക് വാൾവിനെ കുറിച്ചുള്ള നോളജ് ഇന്നലെയും തുടങ്ങിയതല്ല. ഒരു 15 വർഷത്തെ പഠനങ്ങൾ കിടക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ 15 വർഷം തൊട്ട് ചെയ്തു തുടങ്ങി. നമ്മുടെ നാടുകളിൽ ഒരു 7-8 കൊല്ലങ്ങളായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ 6 കൊല്ലമായിട്ട് ഇത് വാൾവുകൾ മാറ്റുന്നുണ്ട്. ഈ ട്രാൻസ് കത്തീറ്ററിക് വാൾവുകൾ ഇതും അന്ന് ചെയ്ത 15 വർഷം ചെയ്ത വാൾവുകൾ ഇന്നും വളരെ ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാൾവ് ചേഞ്ച് വേറെ വാൾവുകളും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, വാൾവിൽ അടഞ്ഞു പോകുന്ന പഴയ വാൾവിൻ്റെ അകത്ത് ഇടുക എന്നുള്ളത്, അത് വേറെ പൊസിഷൻ, ഇപ്പോൾ മൈട്രൽ വേറെ പൊസിഷനിലുണ്ടെങ്കിലും നമുക്കത് ഇംപ്ലാന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കാണുന്ന വേറൊരു രോഗം വാൾവിൻ്റെ ലീക്കുകളാണ്. ഈ ലീക്കുകൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മൈട്രൽ വാൾവ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു മെയിൻ വാൾവാണ് മൈട്രൽ വാൾവ്. അതിൽ ചിലത് നീളം കൂടിയിട്ട് വാൾവ് ലീക്കുകൾ ഉണ്ടാവാറുണ്ട്. ചെറിയ ലീക്കുകളെല്ലാം നമുക്ക് പ്രശ്നം വെച്ചാൽ വലിയ ലീക്കുകൾ വരും. അത് പല കാരണം കൊണ്ടും വരാം. ഈ ലീക്കുകളെ നമുക്ക് വേണമെങ്കിൽ ക്ലിപ്പുകൾ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അതിനെയാണ് മൈട്രാ ക്ലിപ്പ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഇടയിലുണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ അത് വില കുറഞ്ഞു വരും. ആ സംവിധാനം വഴി ലീക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വലതുവശത്തെ വാൾവുകൾ, അതിലേറ്റവും ഫേമസ് ആയ വാൾവ് ട്രൈക്കസ്പിഡ് വാൾവാണ്. അതിൻ്റെ ലീക്കുകൾ പലപ്പോഴും ഉണ്ടാവുക അതിൻ്റെ ഈ വാൾവിൻ്റെ അസുഖം കൊണ്ട് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇടതുവശത്തെ ഓപ്പറേഷൻ കഴിയുമ്പോൾ വലതുവശത്ത് പ്രഷർ കൂടുമ്പോഴും ഈ വാൾവിൽ ലീക്ക് ഉണ്ടാവാറുണ്ട്. ഈ വാൾവുകളുടെ പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനുള്ള കാര്യമാണ്. പക്ഷേ ഇതിന് നമുക്ക് കാവൽ വാൾ ഇംപ്ലാന്റേഷൻ, അതായത് നമ്മൾ വെയിനുകളിലുള്ള വാൾവുകളിട്ട ശേഷം ഈ ഒരു അസുഖത്തെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. കേരളത്തിലെ ആദ്യത്തെയും രണ്ടാമത്തെയും ഈ കാവൽ വാൾ ഇംപ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലാണെന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഈ വാൾവുകളുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പണ്ട് നമ്മൾ വിചാരിച്ചത് പോലെയല്ല. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും പുതിയ വാൾവുകൾ നമുക്ക് ഓപ്പറേഷൻ കൂടാതെ ചികിത്സിക്കാൻ പറ്റുന്നുള്ളത് ആ ഒരു സന്ദേശമാണ് ഞാൻ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും പുതിയ വാൾവുകളും നമുക്ക് വരും. ഈ പ്രൊസീജിയർ ഇനിയും സിമ്പിളാവും. പിന്നെ നമ്മളിതിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ കോസ്റ്റ്, ഇതിന് എത്ര ചിലവ് വരുന്നു. ഇപ്പം നമ്മൾ ആദ്യമൊക്കെ അയോട്ടിക് വാൾവ് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയായ പ്രൊസീജിയറായിരുന്നു. 25 ലക്ഷം രൂപയ്ക്ക് ഒരു വാൾവിന് വില ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 10-12 ലക്ഷത്തിന് ഈ വാൾവുകൾ അവൈലബിൾ ആണ്. ഇനിയും കുറയും. ഇപ്പം നമ്മൾ കേസുകളുടെ എണ്ണം കൂടുമ്പോൾ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് വാൾവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നല്ല വാൾവുകൾ നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് ആ വാൾവ് ഉപയോഗിക്കും. ഇന്ത്യൻ വാൾവുകളും ഫോറിൻ വാൾവിനേക്കാളും കൂടുതൽ ക്വാളിറ്റി വരെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വാൾവുകൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചിലവ് കുറഞ്ഞു, കോംപ്ലിക്കേഷൻസ് കുറഞ്ഞു, നല്ല റിസൾട്ടുകൾ വരുന്നു. അപ്പോൾ നിങ്ങളോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത്, വാൾവുകളുടെ അസുഖങ്ങളെ നമ്മൾ തള്ളിക്കളയരുത്. അത് ലീക്കാവാം, തടസ്സമാവാം. ഇതിന് ഓപ്പറേഷൻ എന്ന് പേടിച്ച് എല്ലാവരും മാറി നിൽക്കരുത്. ഇതിന് പുതിയ നൂതന ചികിത്സാ രീതികളുണ്ട്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കേൾക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.